സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു CS റോക്കേഴ്സ്. അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ബിഗ് ബോസിൽ ഇപ്പോൾ ജാസ്മിൻ തൻ്റെ മനസ്സിനുണ്ടായിരുന്ന എല്ലാ വിഷമങ്ങളും തുറന്ന് പറയുകയാട്ടോ. ഇത്രയും 2 ദിവസമായിട്ട് ലൈവിൽ ഫുള്ളും ജാസ്മിൻ കരച്ചിലും പിടിച്ചലും, ജാസ്മിൻ ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് അടിച്ചമർത്തലുകൾ കിട്ടുന്നതൊക്കെ ആയിട്ടാണ് നമ്മൾ ഒരുപാട് പേര് കണ്ടത്. അപ്പോൾ എന്താണ് ജാസ്മിൻ ഇത്രയും ദിവസം ഭയങ്കരമായിട്ട് വിഷമിച്ച് നടന്നതെന്നുള്ള യഥാർത്ഥ സത്യം ജാസ്മിൻ തുറന്നു പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ജാൻമണിക്ക് ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യാപ്റ്റൻ ആയിട്ടുള്ള ജാസ്മിൻ എന്തെങ്കിലുമൊക്കെ അടി ബിഗ് ബോസ് വീട്ടിൽ നടന്നു കഴിഞ്ഞാൽ അതിനെ പിടിച്ചു മാറ്റണം, അതിനെ സോൾവ് ചെയ്യണം. ഇതൊക്കെ ഒരു ക്യാപ്റ്റൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ദൗത്യമാണ്. അപ്പോൾ അത് ചെയ്യാത്തത് ജാസ്മിൻ ഇന്ന് രാവിലെ നോറയും ജാൻമണി ഇച്ചില്ലെങ്കിൽ നോറയെ അടിച്ചിട്ട് ഫിസിക്കൽ അസോൾട്ടിൻ്റെ പേര് പുറത്ത് പോകേണ്ട വന്നേനെ ജാൻമണി. അപ്പോൾ എന്തുകൊണ്ട് ജാസ്മിൻ പിടിച്ചു മാറ്റിയില്ല എന്ന ചോദ്യത്തിന് ഉത്തരം കൊടുക്കുകയാട്ടോ ജാസ്മിൻ ഇപ്പോൾ മറ്റേ നെസ്റ്റിൻ്റെ റൂമിലിരുന്നുകൊണ്ട്. ജാസ്മിൻ പറയുന്നത്, അതായത് ഞാൻ ഇന്ന് നിങ്ങളെ പിടിച്ചു മാറ്റാത്തതിന് ഒരേ ഒരു കാരണം സിബിനാണെന്നും സിബിനും അതുപോലെ തന്നെ ഋഷിയും തമ്മിലുണ്ടായിരുന്ന പ്രശ്നത്തിന് ഞാൻ സോൾവ് ചെയ്ത് എൻ്റെ ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ ചെന്നപ്പോൾ സിബിനും അതുപോലത്തെ ഋഷിയും ഞാൻ സെലക്ട് ചെയ്ത പവർ ടീം ഉൾപ്പെടെ എന്നെ നാണം കെടുത്തി അവിടെ പോയി ഇരിക്കുന്നതാണ് പറഞ്ഞത്. ഇതൊക്കെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ കൊണ്ട് തന്നെയാണ്, സിബിനൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും ദിവസം ഭയങ്കര വിഷമിച്ച് നടന്നത്. അതുമാത്രമല്ല, ഞാൻ സിബിനോട് പോയി ചോദിച്ചായിരുന്നു, എന്തിനാ സിബിനെ അങ്ങനെ അന്ന് ചെയ്തത്, ഞാൻ ക്ലാരിഫിക്കേഷൻ തന്നിട്ട് പോവില്ലേ, ഞാൻ എന്താ പറയാൻ ഉദ്ദേശിച്ചത് നീ കേട്ടോ ഇല്ലല്ലോ, അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ സിബിൻ പറയുന്നത്, നീ എന്നോട് സംസാരിക്കേണ്ട ആവശ്യമില്ല, നിനക്ക് ഭയങ്കര നെഗറ്റീവാണ് പുറത്ത്. അപ്പം നീ എന്നോട് ഭയങ്കര ഫ്രണ്ടായിട്ട് മിണ്ടുകയാണെങ്കിൽ തന്നെ എനിക്കും ഭയങ്കര നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഗബ്രിയും നിന്നോട് ഇപ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് ഒക്കെ വിട്ട് പാലിച്ച് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ജാസ്മിന് വീണ്ടും ഭയങ്കര വിഷമമായി. അതുകൊണ്ട് ജാസ്മിൻ ഇപ്പോൾ കുറച്ച് 2-3 ദിവസമായിട്ട് ഭയങ്കര ഡൗൺ ആണ് കേട്ടോ. ഇനി ജാസ്മിൻ നല്ലൊരു ഗെയിമറാണ്, അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ ഇന്ന് തന്നെ പൊട്ടിത്തെറിച്ച് പുതിയൊരു ജാസ്മിനായിട്ട് വരാനുള്ള ഒരുപാട് ചാൻസസ് കാണുന്നുണ്ട്. അന്ന് ജാൻമണിനോട് പറയുകയാണ്, അതുകൊണ്ട് തന്നെയാണ് നീയും നോറയും ഇന്ന് ഫിസിക്കൽ അസോൾട്ടിൻ്റെ അത്രയും രീതിയിൽ ഫൈറ്റ് വന്നിട്ട് ഞാൻ പിടിച്ചു മാറ്റാൻ വരാത്തത്. പക്ഷേ ഇനി നിങ്ങൾ ഭയങ്കര അടി കൂടുകയാണെങ്കിൽ, ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഫൈറ്റിലൂടെ ലീഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഉറപ്പായും വന്ന് പിടിച്ചു മാറ്റിയിരിക്കും. എന്തൊക്കെ വന്നാലും എനിക്ക് പുല്ലാണ്. അതുകൊണ്ട് തന്നെ ജാൻമണി മനസ്സിലാക്കണം, അതുകൊണ്ടാണ് ഞാൻ പിടിച്ചു മാറ്റാൻ വരാത്തത് കേട്ടോ. പക്ഷേ ഇനി നിങ്ങൾ അടി കൂടല്ലേ, ഇങ്ങനെ ഫിസിക്കൽ അസോൾട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നല്ലൊരു ചാൻസാണ് പോയി കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട്. എന്തായാലും ജാസ്മിൻ തന്നെ മനസ്സിലുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കുന്നതാണ് കേട്ടോ ലൈവിലിപ്പോൾ. എന്തായാലും ബിഗ് ബോസ് അത് എടുത്ത് കാണിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ലൈവ് കാണാൻ പറ്റാത്ത കൂട്ടുകാർക്ക് ലൈവിൽ നടക്കുന്ന കാര്യങ്ങൾ അപ്പം ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി മറക്കാണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. പോകുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കണേ. ബൈ, സീ യു.